ആരാ നോക്ക്. ഹലോ, യെസ്. പ്രകാശാണോ? അല്ല, അക്കൗണ്ടന്റ് ആണ്. പ്രകാശിനൊന്നും വേണമല്ലോ. അദ്ദേഹം വന്നിട്ടില്ലല്ലോ. വന്നാ രേണു വിളിച്ചെന്ന് പറയണം. പറയാം. സ്റ്റോക്കില്ലേ? എന്റെ വൈഫിന് വളരെ ഇഷ്ടമാണ്. വടക്കേ ഇന്ത്യക്കാരിയല്ലേ. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സന്തോഷമല്ലേ സാറേ? അതിലൊരു പ്രത്യേക ത്രില്ലുണ്ടോ. അതല്ലേ ഞാൻ തന്നെ ദിവസം ഇവിടെ നിന്ന് ഇതെല്ലാം നോക്കി വാങ്ങുന്നു. ശരിയാ ശരിയാ. അന്ന് നടന്ന സംഭവത്തിൽ എനിക്ക് വിഷമമുണ്ട്. സാറിനോട് ക്ഷമിക്കണം. രാധയോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. ഇനി ലോഹിയൊന്നും വേണ്ട. ലോകിയൊന്നും ഇനി വേണ്ട. അപ്പൊ ഇതിന് മുമ്പ് ലോകി ഉണ്ടായിരുന്നല്ലേടി? എടി രണ്ടും കെട്ടോള് കൂട്ടുള്ള പ്രേമം പോയി. ഇപ്പൊ പച്ചക്കറി പ്രേമം. പച്ചക്കറി മാർക്കറ്റ് കൊല്ലടി അവിടെ എന്റെ പച്ചക്കറി എന്ത്? സാറിന്റെ തക്കാളിയും വെള്ളരിക്ക അയാൾ ആ പെമ്പറന്നോട് നേരെ പ്രയോഗിച്ചത്. ഞാൻ ഏതായാലും ബില്ല് എഴുതി. എഴുതിയോ? ആ, വെരി ഗുഡ്. ഇതാണോ ജെയിംസ് എന്ന് പറയുന്ന നാറിയുടെ വീട്? നീ അവന്റെ ഭാര്യയല്ലേ? ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഈ വീട്ടിൽ മാനം മര്യാദയിൽ ജീവിക്കുന്ന മനുഷ്യനാണ് താമസം, നാറികളല്ല. നിന്നെ പോലെയുള്ള നാറികളെ ഞാൻ ഇതിനകത്ത് പ്രവേശിപ്പിക്കാറുമില്ല. നിന്റെ ഭർത്താവ് ഒരു കള്ളപ്പേരും പറഞ്ഞ് എന്റെ അടുത്ത് വന്നു. എന്നിട്ട് കാര്യം കണ്ടു കഴിഞ്ഞപ്പോ കടം പറഞ്ഞൊരു പോക്ക്, ഒരു കള്ള അഡ്രസ്സും തന്നു. കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞ് നടക്കുന്നു അവന്റെ കുത്തിന് പിടിക്കാൻ. നിനക്ക് എത്ര രൂപ വേണ്ടത്? എനിക്ക് 300 രൂപ വേണം. നീ എന്തിനാ നമുക്ക് പൈസ കൊടുത്തത്? ഇതിയാന്റെ ഒരു പഴയ കടം ഞാൻ വീട്ടി. വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞ അനുസരിക്കില്ലെന്ന് എനിക്കറിയാം. ഒരു അപേക്ഷയുണ്ട്, ഇങ്ങനെയുള്ള കാര്യത്തിൽ മാത്രം കടം പറയരുത്. നീ എന്നെ വീണ്ടും സംശയിക്കുകയാണല്ലേ? നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ സ്വപ്നം കാണാൻ പോലും കഴിവില്ലാത്ത എന്നെ നീ ഒരു വിളനായി കാണുന്നു അല്ലേ? എന്റെ വാക്കിനേക്കാൾ എവിടെ നിന്നോ വന്നൊരു വേശ്യയുടെ വാക്കിനാണ് നീ വില കൊടുക്കുന്നതല്ലേ? എൽസേ, ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സാ എന്റത്. ആ എന്നെ നീ സംശയിച്ചാൽ കർത്താവ് നിന്നോട് പൊറുക്കില്ല. ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. എനിക്ക് ഉത്തരങ്ങളും ആവശ്യമില്ല. ഒരുപാട് വേർത്തു. ഫാന്റെ താഴെ ഇരിക്കൂ, ഞാൻ ചായ കൊണ്ടുവരാം.
സരിത പ്രഗ്നന്റാ. ഇതെന്റെ പിടിയാ. അതെന്ത് കണക്കാ? ഗുലാം പരിശി ഗുലാമല്ലേ രാജാവിനൊക്കെ വരുന്നത്? അല്ല, ഞാൻ കളിക്കുന്നില്ല. ഈ അപ്പൂപ്പനൊരു കുന്തും അറിഞ്ഞൂടാ. എന്റെ അച്ഛൻ ഇങ്ങനെയല്ല കളിക്കുന്നത്. ഓ, നിന്റെ അച്ഛനെ പോലെ കഴിവൊന്നും എനിക്കില്ലേ, സമ്മതിച്ചു. പ്രകാശേട്ടൻ അവന്റെ അച്ഛൻ മാത്രമല്ല, കൂട്ടുകാരനും കൂടാ. അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും പ്രകാശേട്ടന് വലിയ ഇഷ്ടം. കുട്ടികളുടെ തരത്തിനും തഞ്ചത്തിനും ഒക്കെ നിൽക്കാൻ നല്ല കഴിവാണെന്നേ. അവൾ നോട്ടുകൾ എണ്ണിയെടുത്തിട്ട് നേരെ നോക്കിയത് എന്റെ മുഖത്തേക്ക്, ഞാൻ നോക്കിയത് എൽസിയുടെ മുഖത്തേക്ക്. എന്റെ ആശാനെ, ആ സമയത്ത് എന്റെ ഒരു ഫീലിങ്സ് വല്ലാത്ത ഫീലിങ്സ് തന്നെയാ. എൽസിയുടെ സ്ഥാനത്ത് എന്റെ ഭോപ്പാൽ ട്രാജഡി ആയിരുന്നെങ്കിൽ രാഷ്ട്രഭാഷയിൽ തന്നെ കരണക്കുട്ടിക്കൊരെണ്ണം വീണേനെ. എന്റെ സുമതിയായിരുന്നെങ്കിൽ ആ സമയത്ത് ബോധം കെട്ട് വീണാനെ. ഞാൻ ജെയിംസിനോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കുന്ന രീതിയിൽ എൽസി പുരുഷന്മാരെ കുറിച്ച് ചിന്തിച്ചാലോ? അവളെ ഞാൻ ഡൈവേഴ്സ് ചെയ്യും. അപ്പൊ ജെയിംസിനെ ഡൈവോഴ്സ് ചെയ്യാത്ത എൽസിയാണ് വെട്ടി, അല്ലേ? പുരുഷൻ എന്ത് പോക്കൃത്തരവും കാണിക്കാം, സ്ത്രീകൾ കണ്ണുടച്ച് എല്ലാം സഹിക്കണം. അത് അക്കൗണ്ടന്റ് സാറിന്റെ തത്വം. അക്കൗണ്ടന്റ് സാറേ, സാറിന്റെ ഈ കണക്ക് തെറ്റും കേട്ടോ പ്രകാശ് സാറേ. ഞാൻ ഇങ്ങേയറ്റം, ഈ മനുഷ്യന് അങ്ങേയറ്റം. പ്രകാശ് സാറിന്റെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ഹലോ, ബാങ്കിൽ വിളിച്ചാൽ വന്നിട്ടില്ലെന്ന് കള്ളം പറയും. ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ മനസ്സുമില്ല. പിന്നെങ്ങനെയാ ഞാൻ ആ ശബ്ദം ഒന്ന് കേൾക്കുക? റോങ് നമ്പർ. സാറേ, അയാളെന്നെ കൊല്ലും. തീ വെക്കാനാണെന്നും പറഞ്ഞ് എന്റെ മേത്ത് മണ്ണെണ്ണ കോരി ഒഴിച്ചു. ആരാ? എന്റെ ഭർത്താവ്. തങ്കപ്പൻ പുറകെ വരുന്നുണ്ടോ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. വീട്ടിൽ കുഞ്ഞൊറ്റയ്ക്ക. അവിടെ ഭോപ്പാലും വായനക്കാരിയും മാത്രമേ ഉള്ളൂ. രണ്ടും കണക്കാ. നീ ഇങ്ങനെ ഭയന്നാലോ? ഇനി അവൻ നിന്നെ ഉപദ്രവിച്ചാൽ പോലീസിൽ പറയണം. എത്ര കാലം നീ ഇങ്ങനെ മുമ്പോട്ട് പോവാ? പാവം, ഇവിടെ എവിടെയെങ്കിലും കിടന്നോട്ടെ. ഒരു സഹായത്തിന് വേണമെങ്കിൽ ഞാനും ഇന്ന് ഹോളിലോ മറ്റോ കിടക്കാം. അത് വേണ്ട. എന്നാ പിന്നെ ഞാൻ പോയിട്ട് നാളെ വരാം. നീ വാ. അയാൾ സാറിനെ വരാനല്ലേ പറഞ്ഞത്? നടക്ക്. കണ്ടോ, അവൾ ആരെ കൂടെയാ വരുന്നത് കണ്ടോ? പുതിയ കാമുകൻ സുന്ദരക്കുട്ടപ്പൻ വലിയ ബാങ്ക് വേലയിലാ. എന്റെ ഭാര്യനെ ഇപ്പോഴത്തെ ആളാ. എടി ഓരുമ്പട്ടോളെ, നീ നിന്റെ മറ്റേയും കൂട്ടി വന്നിരിക്കല്ലേ? നിന്നെ ഇനി അവളെ നീ ഉപദ്രവിച്ചാൽ നിന്റെ അവസാനം സെൻട്രൽ ജയിലിലായിരിക്കും. നാണം ഉണ്ടോടാ നിനക്ക്? അവള് വീട്ടുവേല ചെയ്തുകൊണ്ടിരുന്ന ചില്ലറ ഉണ്ടല്ലേ ദിവസവും 3 നേരം നീ നക്കുന്നത്? പട്ടി, നിനക്ക് ചുണയുണ്ടെങ്കിൽ അവനെ വലിച്ചെറിഞ്ഞിട്ട് പോ. ഞാൻ പോകുന്നു. ഇനി കള്ളു കുടിച്ചിട്ട് അനാവശ്യം വിളിച്ചു പറഞ്ഞാൽ നിന്റെ ഒരൊറ്റ എല്ലി ഞാൻ ബാക്കി വെക്കില്ല. എന്താ മാന്യന്മാര് നോക്കി നിൽക്കുന്നത്? ടിക്കറ്റില്ല ദിവസവും നാടകം കാണാമല്ലോ അല്ലേ? ഇവൻ അവളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാലും നിങ്ങളൊക്കെ ഷണ്ണന്മാരെ പോലെ നോക്കി നിൽക്കും. എന്നിട്ട് പത്രക്കാര് ഫീച്ചർ തയ്യാറാക്കാൻ വരുമ്പോ പൊടിപ്പും തൊങ്ങലിട്ട് എല്ലാം വിവരിച്ചു കൊടുക്കും. നാട്ടുകാര് ഞാൻ പൂട്ടിയതാണല്ലോ. ഞാൻ എങ്ങനെ പൂട്ട് തുറന്നെന്നായിരിക്കും ആലോചിക്കുന്നത്. ഏത് പൂട്ടും തുറക്കാൻ എനിക്ക് കഴിയും. ഇത് കുറച്ച് കടന്നുപോയി. രേണുക ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഈ കിടപ്പറ, ഈ കിടക്ക അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, എന്റെ സുമതിക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, സുമതിയിൽ നിന്ന് ഒന്നും തട്ടിയെടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. അവരുടെ സ്ഥാനവും എനിക്ക് വേണ്ട. പക്ഷേ എനിക്ക് എന്റേതായ ഒരു സ്ഥാനം വേണം താനും. രേണുക പോകൂ പ്ലീസ്. ഇറ്റ്സ് ഓവർ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റ് മാത്രമായിരുന്നു. ഒരിക്കലും ഞാനത് ആവർത്തിക്കില്ല. ഈ വീട് എനിക്ക് വലുതാണ്, എന്റെ കുടുംബം എനിക്ക് വലുതാണ്. എന്റെ സ്വപ്നങ്ങൾ എനിക്കും വലുതാണ്. കാത്തിരുന്ന് കിട്ടിയ നിധി ഏതെങ്കിലും ഭൂതം ഉപേക്ഷിക്കുമോ? ഞാനൊരു ഭൂതം.
an interesting thought, അല്ലേ? Kiss me. പ്ലീസ് യു വിൽ ഹാവ് ടു ഗോ നൗ. അതാ അതിലെ പുറത്തു പോകും വേഗം. ഞാൻ പോകാം. നാളെ എന്റെ കിടപ്പറയിൽ പ്രകാശ് ഉണ്ടാകുമെന്ന് വാക്ക് തരണം. ദയവ് ചെയ്ത് പോകൂ പ്ലീസ്. വരൂ. വരാം. ഒന്ന് നിർത്തടാ. ചെറുക്കന്റെ ഒരു ആമതി നോക്കണേ. അച്ഛൻ ബാത്റൂമിൽ മറ്റായിരിക്കും. ചിലപ്പോ നമ്പർ 2 പാചകപ്പെടിയിരിക്കും നമ്മൾ വന്നത്. തന്റെ മോനെയും ഭാര്യയും ഭദ്രമായി തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഒരു ദിവസം മുമ്പേ 2 ഏക്കർ പുരയിടത്തിന്റെ ആധാരവും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, പ്രകാശ് ചേട്ടന്റെ അരത്തിക്കുന്തം എന്നെ കുറച്ചൊന്നുമല്ല പാടുപെടുത്തിയത്. വല്ല പശയും കിട്ടുമെങ്കിൽ മോനെ അച്ഛന്റെ നെഞ്ചത്ത് തന്നെ ഒട്ടിച്ചു വെച്ചോ. നാളെ രാവിലെ വരുമെന്നായിരുന്നു എന്റെ കണക്കൂട്ടൽ. അതെങ്ങനെയാ? ഇവള് ഞങ്ങളെ ഇരുത്തി പൊറപ്പിക്കണ്ടേ? ഇന്ന് ഉച്ചയ്ക്കായിരുന്നു രജിസ്ട്രേഷൻ. 4 മണിക്ക് പുറപ്പെടുകയും ചെയ്തു. അച്ഛാ, ഈ വിമാനം കണ്ട അപ്പൂപ്പൻ മേടിച്ചതാ. മോർണിംഗ് വാ, അമ്മ പോയി ഡ്രസ് മാറ്റട്ടെ. അയ്യേ, എന്താ ഇത്? ഇനി എന്നെ തനിച്ചാക്കിയിട്ട് നീ എവിടെയും പോരും. ഞാനും തീരുമാനിച്ചു. ഒരാഴ്ച ഞാൻ അനുഭവിച്ച പ്രയാസം എനിക്ക് എന്റെ പ്രകാശേട്ടനെ കാണാതെ ഒരു നിമിഷം കഴിയാൻ വയ്യ. ഹലോ. ഹലോ, ഞാൻ തന്നെയാണ്. ശല്യപ്പെടുത്താതെ നിവർത്തിയില്ല. ഐ വാണ്ട് യു നോ. ഹലോ. ആരാ ഈ പാതിരേക്ക്? റോങ് നമ്പർ. ഈയിടെയായി ധാരാളം വരുന്നുണ്ട്.